ഡിയർ സ്റ്റുഡൻസ്, വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി 2ാം വർഷ ബയോളജിയിലെ ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ +1 പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് 2ാം വർഷം ബോട്ടണിയിൽ വരുന്നത്. അപ്പോൾ ബയോളജിയിൽ ആകെ മൊത്തമുള്ള 16 ചാപ്റ്ററുകളിൽ 8 ചാപ്റ്ററാണ് ബോട്ടണിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. നമുക്കറിയാം, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്, അല്ലേ? അപ്പോൾ ഒരു ജീവി അതിൻ്റെ സന്താനങ്ങളെ, അതായത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഒരു ജീവശാസ്ത്ര പ്രവർത്തനമാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാം. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ് by which living organisms produce young ones of their own species. അതായത് ഒരു ജീവി അതിൻ്റെ തന്നെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീവശാസ്ത്ര പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് റീപ്രൊഡക്ഷൻ, അല്ലേ? അപ്പോൾ ഈ റീപ്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും ശരിക്കും എന്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവികൾക്ക് അതിൻ്റെ സ്പീഷീസ് കണ്ടിന്യൂറ്റി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സ് തന്നെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ റീപ്രൊഡക്ഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് ലിവിങ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് യങ് വൺസ് ഓഫ് their own species, and also reproduction enables the continuity of species generations after generation. അതായത് തലമുറകൾ കഴിഞ്ഞ് പോകുമ്പോഴും ആ ഒരു സ്പീഷീസിൻ്റെ കണ്ടിന്യൂവിറ്റി, തുടർച്ച നിലനിർത്താൻ സഹായിക്കുന്നത് നമ്മൾ ഈ പറയുന്ന റീപ്രൊഡക്ഷൻ മെക്കാനിസമാണ്. ഓക്കെ, സോ ഇവിടെ ആദ്യം നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ജീവികളെ എടുത്താൽ നമുക്കറിയാം, എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ജീവിത കാലയളവ് എന്ന് പറയുന്നത് ഒരേപോലെയല്ല, അല്ലേ? പല ഓർഗാനിസംസിൻ്റെയും ജീവിത കാലയളവ് പല രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് പറയുന്ന ഒരു ടേം ഉണ്ട്, അതായത് ലൈഫ് സ്പാൻ എന്നാണ് പറയുന്നത്. എന്താണ് ലൈഫ് സ്പാൻ? അല്ലെങ്കിൽ ജീവിത ചക്രം എന്ന് പറയും. അതായത് ഒരു ജീവിയുടെ ജനനം മുതൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മരണം വരെയുള്ള ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് ലൈഫ് സ്പാൻ. അപ്പോൾ അവിടെയും നമ്മൾ ലൈഫ് സ്പാനിനൊരു ഡെഫിനേഷൻ കൊടുക്കുന്നു. എന്താണ്? ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ടു ദ നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ബർത്ത്, ജനനം മുതൽ നാച്ചുറൽ ഡെത്ത് വരെ, അതായത് സ്വാഭാവിക മരണം വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് ലൈഫ് സ്പാൻ. അപ്പോൾ ഈ ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഓർഗാനിസംസിനെ എല്ലാം നോക്കിയാൽ എല്ലാ ഓർഗാനിസംസിൻ്റെയും ലൈഫ് സ്പാൻ ഒരേപോലെയല്ല. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓർഗാനിസംസിൻ്റെ ലൈഫ് സ്പാൻ ഒന്ന് നോക്കാം. എത്രയാണ് അപ്രോക്സിമേറ്റ് ലൈഫ് സ്പാൻ? നമ്മൾ അങ്ങനെ പറയുന്നത്, കാരണം എല്ലാ ഓർഗാനിസംസും നമ്മൾ കൃത്യമായിട്ടൊരു ലൈഫ് സ്പാൻ ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോ ഓർഗാനിസംസിൻ്റെയും ലൈഫ് സ്പാൻ നമ്മളൊരു അപ്രോക്സിമേറ്റ് കണക്ക്, ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഓർഗാനിസംസിനെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു എലിഫൻറ്റ്, അല്ലേ? എലിഫൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്രോക്സിമേറ്റ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 60 to 90 ഇയേഴ്സാണ്. 60 മുതൽ 90 വർഷം വരെയാണ് ഈ പറയുന്ന എലിഫൻറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 20 to 50 ഇയേഴ്സാണ്. അതുപോലെ തന്നെ റോസ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ 5 to 7 ഇയേഴ്സാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ ആണെങ്കിൽ 1 to 2 വീക്സ് ആണ്. അപ്പം അങ്ങനെ നമ്മൾ സറൗണ്ടിങ്സിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നോക്കുമ്പോൾ ഓരോ ഓർഗാനിസംസിലും കാണപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ക്രോ 15 ഇയേഴ്സ്, അതുപോലെ തന്നെ കൗ 20 to 25 ഇയേഴ്സ്, അതുപോലെ പാരറ്റ് അത് ഏകദേശം 140 ഇയേഴ്സ് വരെയാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ ബനിയൻ ട്രീ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയർലി 200 ഇയേഴ്സ് വരെയാണ്. കൂടുതലായിട്ട് ലൈഫ് സ്പാൻ പ്ലാന്റ്സിൽ ബനിയൻ ട്രീയിൽ 200 ഇയേഴ്സ് വരെ കാണപ്പെടുന്നുണ്ട്. ടോട്ടോയ്സ് ആണെന്നുണ്ടെങ്കിൽ 100 to 150 ഇയേഴ്സ് വരുന്നുണ്ട്. ക്രോക്കഡൈൽ ആണെങ്കിൽ 60 ഇയേഴ്സ് വരുന്നുണ്ട്. ഫ്രൂട്ട് ഫ്ലൈ പോലെയുള്ള ഓർഗാനിസംസ് ആണെങ്കിൽ നിയർലി 1 മന്ത് മാത്രമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. റൈസ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ 3 to 4 months ആണ് അതിൻ്റെ ലൈഫ് സ്പാൻ. ഇപ്പോൾ അതുപോലെ ഹോഴ്സ് ആണെങ്കിൽ 30 to 60 ഇയേഴ്സ്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അപ്രോക്സിമേറ്റ് ലൈഫ് സ്പാൻ, അതായത് ഓരോ ഓർഗാനിസംസിനെയും നമ്മൾ നോക്കുമ്പോൾ ആ ഓർഗാനിസംസിൻ്റെ എല്ലാം അപ്രോക്സിമേറ്റ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിരിക്കും, വ്യത്യാസപ്പെട്ട രീതിയിലായിരിക്കും സാധാരണയായിട്ട് അതിൻ്റെ ലൈഫ് സ്പാൻ കാണപ്പെടുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിസം അതിൻ്റെ സ്പീഷീസ് കണ്ടിന്യൂറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ മെക്കാനിസമാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് റീപ്രൊഡക്ഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ മെക്കാനിസംസ്, ഏതൊക്കെയാണ് സാധാരണയായിട്ട് പ്രധാനമായിട്ടും വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള റീപ്രൊഡക്ഷൻ മെക്കാനിസംസ്. അത് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്പ് റീപ്രൊഡക്ഷൻ മെക്കാനിസംസ് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ മെക്കാനിസംസ് ആണ്. ദർ ആർ 2 മെയിൻ ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ മെക്കാനിസംസ്. ദേ ആർ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതായത് ലൈംഗിക പ്രത്യുൽപാദനം, അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും അലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും പറയുന്ന 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ മെക്കാനിസംസ് ആണ് സാധാരണയായിട്ട് വരുന്നത്. അപ്പോൾ ഈ 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ മെക്കാനിസംസിൻ്റെയും പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അതിലാദ്യം അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അതായത് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദ ഓഫ്സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരൻറ്റ്. ആ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, സിംഗിൾ പാരൻറ്റ്. അതായത് ഒരു പാരൻറ്റിൽ നിന്ന് അവിടെ പ്രത്യേകമായിട്ട് ഒരു ഗമീറ്റ്, അതായത് ലിംഗകോശത്തിൻ്റെ രൂപീകരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റോ ഉണ്ടാകാതെ ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ എന്താ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ in which a single parent അല്ലെങ്കിൽ the offsprings are produced by a single parent with or without the involvement of gamete formation. ഗമീറ്റ് ഫോർമേഷൻ നടക്കാതെ ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സിൽ വരുന്ന 2 ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മെയിലും ഫീമെയിലും വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ മെയിൽ അല്ലെങ്കിൽ മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഗമീറ്റ് ഫോം ചെയ്യുകയും അങ്ങനെയുള്ള ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് റീപ്രൊഡക്ഷൻ മെക്കാനിസമാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായല്ലോ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് a type of reproduction. The offsprings are produced by a single parent with or without the involvement of gamete formation. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ, ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ 2 parents of opposite sex participates in reproductive process and also involve the fusion of male and female gametes അല്ലേ? അപ്പോൾ മെയിലും ഫീമെയിലും ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സെക്സിൽ വരുന്ന 2 പാരൻസിൽ മെയിലും ഫീമെയിലും ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് നടക്കുന്ന ടൈപ്പ് റീപ്രൊഡക്ഷൻ നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും, എന്നാൽ ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് എന്താണ് ഈ പറയുന്ന ഗമീറ്റ് ഫോർമേഷൻ നടക്കാതെ റീപ്രൊഡക്ഷൻ മെക്കാനിസം അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസത്തിനെ കുറച്ചുകൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നമ്മൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറയാം. ഞാൻ പറഞ്ഞു, ഇൻ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ എ സിംഗിൾ പാരൻറ്റ്, അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ പാരൻ്റ് ആണ്. അവിടെ 2 പാരൻസ് വരുന്നില്ല, ഒരു പാരൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പാരൻറ്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് എല്ലാം തന്നെ അത് അതിൻ്റെ പാരൻറ്റിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയിൽ നമ്മൾ ഏതാണോ അതിൻ്റെ ഒറിജിനൽ, ആ ഒറിജിനലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ ഡോട്ടാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയൊരു വരയാണെങ്കിൽ പോലും കൃത്യമായിട്ട് ആ പറയുന്ന കോപ്പിയിലും ഉണ്ടാവും. അതുപോലെ ഓഫ്സ്പ്രിങ്സ് സിംഗിൾ പാരൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് എല്ലാം തന്നെ ദേ ആർ ദ എക്സാക്റ്റ് കോപ്പീസ് ഓഫ് ദിയർ പാരൻറ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ സിറോക്സ് കോപ്പി പോലെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് അപ്പിയറൻസിൽ, അതായത് ഇപ്പോൾ മോർഫോളജിക്കൽ ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ജനറ്റിക്കലായിട്ടാണെങ്കിലും അത് ആ പാരൻറ്റിനോട് സിമിലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സിനെ നമ്മളിവിടെ വിളിക്കുന്നത് ക്ലോൺ എന്ന ഒരു ടേം ഉപയോഗിച്ചാണ്. എന്താണ് ക്ലോൺ? CLONE, ക്ലോൺ എന്ന് പറയുന്ന ഒരു ടേം. അപ്പോൾ എന്താണ് ക്ലോൺ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ്
മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ as a result of asexual reproduction, the offsprings produced are morphologically and genetically identical to their parents and such identical copies. അങ്ങനെയുള്ള ഐഡൻറ്റിക്കൽ കോപ്പീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോൺസ്. മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ കോപ്പീസ് ഓഫ് ഓഫ്സ്പ്രിങ്സ്, അതായത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സിൽ മോർഫോളജിക്കലായിട്ടും ജനറ്റിക്കലായിട്ടും ഐഡൻറ്റിക്കലായിട്ടുള്ള കോപ്പീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോൺസ്. So clone is a term which is used to describe morphologically and genetically similar individuals produced as a result of asexual reproduction. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരുപാട് ഓർഗാനിസംസിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസം നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സിംഗിൾ സെൽഡ് ഓർഗാനിസംസിലാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച പോലെ പ്രോട്ടിസ്റ്റൻസ് അതല്ലെങ്കിൽ മൊണീറൻസ് ഇങ്ങനെയുള്ള ഓർഗാനിസംസിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം നടക്കുന്നുണ്ട്. അതുപോലെ സിംഗിൾ സെൽഡ് ഓർഗാനിസംസിലാണെന്നുണ്ടെങ്കിൽ ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം നടക്കുന്നുണ്ട്. അപ്പോൾ അമീബ നമ്മൾ പറഞ്ഞു, അമീബയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പുതിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസംസ് ആണ്. അപ്പോൾ ഈസ്റ്റിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ, സ്മോൾ ബഡ് ഫോംസ് ചെയ്യും. ബഡിങ് എന്ന് പറയുമ്പോൾ തന്നെ സ്മോൾ ബഡ് ഫോം ചെയ്തിട്ട് അത് പാരൻറ്റിനോട് അറ്റാച്ച് ചെയ്തിരിക്കും. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അത് പാരൻറ്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഒരു ഇൻഡിവിജ്വലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ്, അതായത് നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർഗാനിസംസിൽ പലതരത്തിലുള്ള അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസമാണ് സാധാരണയായിട്ട് നടക്കുന്നത്. ഇപ്പോൾ അതിന് തന്നെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം, ഇപ്പോൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ള പോലെ ഇപ്പോൾ സൂസ്പോർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചർ സാധാരണയായിട്ട് കാണുന്നുണ്ട്. സൂസ്പോർസ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചറാണ് സൂസ്പോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാമിഡോമോണസ് എന്ന് പറയുന്ന ഒരു ആൽഗയിൽ കാണപ്പെടുന്ന സൂസ്പോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെനിസിലിയം എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചറാണ് കൊനിഡിയ എന്ന് പറയുന്നത്. ഹൈഡ്ര എന്ന് പറയുന്ന മറ്റൊരു ഇൻഡിവിജ്വലിൽ കാണപ്പെടുന്ന സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചറാണ് ബഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പോഞ്ച് പോലെയുള്ള ഓർഗാനിസംസിലാണെന്നുണ്ടെങ്കിൽ ജെമ്യൂൾസ്, നിങ്ങൾ ജെമ്യൂൾസിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്. അതായത് എന്താണ് സ്മോൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സാണ് ജെമ്യൂൾസ് എന്ന് പറഞ്ഞ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ ഓൾ ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് in different types of individuals. ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സൂസ്പോഴ്സ് ആർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഫൗണ്ട് ഇൻ ക്ലാമിഡോമോണസ്. കൊനിഡിയ ഈസ് ആൻ അസെക്ഷുവൽ റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ പെനിസിലിയം. അതുപോലെ തന്നെ ബഡ്സ് ഇൻ ഹൈഡ്ര, ജെമ്യൂൾസ് ഇൻ സ്പോഞ്ച് എക്സെട്ര. സോ ഇതാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസത്തെക്കുറിച്ച് പറയുന്നത്. ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ പാരൻറ്റിനോട് സിമിലാരിറ്റി എന്ന് വെച്ചാൽ എങ്ങനെയാണ് സിമിലാരിറ്റി കാണിക്കുന്നത്? മോർഫോളജിക്കലായിട്ടും ജനറ്റിക്കലായിട്ടും സിമിലർ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ കോപ്പീസിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ക്ലോൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് പല രീതിയിലാണ് അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചിലതിൽ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, ചിലതിൽ ബൈനറി ഫിഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബഡ് ഫോം ചെയ്യുന്നുണ്ട്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് ആർ ഏതൊക്കെയാണ് പറഞ്ഞത്? സൂസ്പോഴ്സ് ഇൻ ക്ലാമിഡോമോണസ്, കൊനിഡിയ ഇൻ പെനിസിലിയം, ബഡ്സ് ഇൻ ഹൈഡ്ര ആൻഡ് ജെമ്യൂൾസ് ഇൻ സ്പോഞ്ച്.